ഹായ് ഗായ്സ്, എൻ്റെ കോക്കറ്റെയിലിൻ്റെ കുഞ്ഞിനെ ഞാൻ താഴെ എടുത്തുകൊണ്ട് വന്നു എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അതിന് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഞാൻ എങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഇതിന് കണ്ണൊക്കെ ഇപ്പോൾ തുറന്നു. ഒരാഴ്ചയായി കുഞ്ഞിന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മണിക്കൂറുകൾ ഇടവിട്ടൊന്നും കൊടുക്കത്തില്ല. ഞാൻ എല്ലാ മണിക്കൂറും ആദ്യം ചെക്ക് ചെയ്യും അതിൻ്റെ ക്രോപ്പ് എംപ്റ്റി ആണോ എന്ന്, എന്നിട്ട് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം എനിക്ക് പേടിയാണ് അതിനെന്തെങ്കിലും പറ്റുമോ എന്ന്. പിന്നെ ഞാൻ ഫോഴ്സ്ലി ഫീഡ് ചെയ്യത്തില്ല. ഞാൻ ആ സിറിഞ്ചിൻ്റെ അറ്റത്ത് അതിൻ്റെ ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് സമയമെടുത്ത് പതുക്കെ ഫീഡ് ചെയ്യത്തുള്ളൂ. കുറേ സമയമെടുക്കും, എന്നാലും എനിക്ക് പേടിയാണ് അതിനെന്തെങ്കിലും പറ്റുമോ എന്ന്. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ട് അതിന് പതുക്കെ കുറച്ചായിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ ഒരു സമയത്ത് ഫുള്ള് ക്രോപ്പ് ഞാൻ ഫില്ലാക്കത്തില്ല. ഞാൻ എല്ലാ മണിക്കൂറും ചെക്ക് ചെയ്യും അതിന് നോക്കാനായിട്ട്, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ലൈവ് ആണോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ അന്നേരം എന്നാണേലും ചെക്ക് ചെയ്യും, ക്രോപ്പ് ഫുള്ളായിട്ടുണ്ടോ അതോ എംപ്റ്റി ആണോ, വിശക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. ഞാനൊരു ചെറിയൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഞാൻ സമയമൊക്കെ എഴുതി വെക്കും, എപ്പോഴാണ് ചെക്ക് ചെയ്തതെന്നും ഒക്കെ. ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ ഫില്ല് ചെയ്യത്തുള്ളൂ, ഫുള്ള് ഞാൻ ഫില്ല് ചെയ്യത്തില്ല. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് വെള്ളവും കൂടെ കൊടുക്കും, കാരണം വായിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാം, ഉറുമ്പൊന്നും വരാതിരിക്കാനായിട്ട്. എന്നിട്ട് അതിനെ തിരിച്ച് ക്യാരിയറിൽ വെക്കും. അത് ഞാനൊരു വാമറിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അതിനപ്പം ചൂട് കിട്ടുകയും ചെയ്യും, എന്നാൽ പൊള്ളത്തുമില്ല. Thanks for watching.